കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം. എറണാകുളം ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വിവരങ്ങളുമായി എസ് രാഘനും നിതിൻ തോമസും ചേരുന്നു. രാഘൻ, എപ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്? ഇതിന്റെ കാരണമായി പറയുന്നത് എന്താണ്? ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? പുലർച്ചെ 3 മണിയോട് കൂടിയാണ് എറണാകുളം നഗരഹൃദയത്തിൽ, എറണാകുളം നോർത്തിൽ ഇവിടെ യൂസ്ഡ് ഷോറൂം ഫർണിച്ചർ കടയ്ക്ക് തീപിടുത്തം ഉണ്ടായത്. തീ വേഗത്തിൽ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത് തന്നെ ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. മാത്രമല്ല ഒരു ഹോട്ടലുണ്ട്, കൂടാതെ 2 ഫ്ലാറ്റുണ്ട്, വീടുണ്ട്, 2 പെട്രോൾ പമ്പുകളുണ്ട്. അതിനൊക്കെ പുറമെ കൊച്ചി മെട്രോ കൂടി കടന്നു പോകുന്ന ഒരു ഇടം ആണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശങ്ക വലിയ തോതിൽ തന്നെ ഉയർന്നു. ഈ പശ്ചാത്തലത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഏകദേശം 6 ഫയർ സ്റ്റേഷനുകളിൽ ഇതുപോലെ 9ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടേക്ക് വന്നത്. തുടർന്ന് ദ്രുതഗതിയിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തീയണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പ്രത്യേകിച്ചും വേഗത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമായി. കാരണം വേഗത്തിൽ തന്നെ അവിടേക്ക് പോകാൻ കഴിഞ്ഞു. മറ്റിടങ്ങളിലടക്കം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. യൂസ്ഡ് ഷോറൂം ഫർണിച്ചറിന് മാത്രമല്ല, തൊട്ടടുത്തൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിന് ഉൾപ്പെടെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ കട കത്തി നശിച്ചപ്പോൾ നിങ്ങൾക്കടക്കം വലിയ നാശനഷ്ടം ഉണ്ടായല്ലേ? ഉണ്ടായിട്ടുണ്ടാവും. ഏകദേശം ഞങ്ങളിപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയുള്ളൂ. ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കയറി നോക്കിയിട്ടാലേ അറിയുള്ളൂ എന്തൊക്കെയാണ് പോയിരിക്കുക. എന്തായാലും AC കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയപ്പോൾ 2-3 റൂമുകളിൽ ഉള്ളിൽ കംപ്ലൈൻ്റ് ആണ്. എന്തായാലും ആ ഒരു സൈഡത്തെ ഫുള്ള് പ്ലംബിങ്, ഇലക്ട്രിക്, AC എല്ലാം എന്തായാലും പോയിട്ടുണ്ട്. ചെന്ന് നോക്കിയാലേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് അറിയുള്ളൂ. ആ സമയത്ത് ആളുണ്ടായിരുന്നു. എല്ലാവരും ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാവരും വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വെക്കേറ്റ് ചെയ്തായിരുന്നു. എല്ലാവരും പുറത്ത് ഓരോ സൈഡിലോട്ട് കൊണ്ടുവന്നു. എല്ലാവരും അപ്പോൾ നിങ്ങൾക്കും തൊട്ടപ്പുറത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു. അവിടെ ഫയർ ഫൈറ്റിംഗ് സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം പിന്നെ CCTV ക്യാമറസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ നിന്നാണ് ഏകദേശം പോയിട്ടുണ്ടാകാൻ ചാൻസ് ഉള്ളൂ. കാരണം ഫയർ ഇവിടുന്ന് വന്നേ. താങ്കളുടെ പേര്? ആബിദ്. ഇതുപോലെയാണ് ഓരോരുത്തരുടെയും അവസ്ഥ. തൊട്ടപ്പുറത്ത് യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിന് തീപിടുത്തം ഉണ്ടായപ്പോൾ അത് പൂർണ്ണമായും കത്തി നശിച്ചു. തൊട്ടടുത്ത് ഹോട്ടലാണ്, ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. ആ ഹോട്ടലിലേക്കും തീ പിടർന്നു. അതുകൊണ്ട് തന്നെ അവിടെയും നാശനഷ്ടം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തി. ഇവിടെ വരെ വാഹനം എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു പാതയാണ് കൊച്ചി നഗരത്തിലെ. ആ നഗരത്തിലെ പ്രധാനപ്പെട്ട പാതയ്ക്ക് തൊട്ടടുത്തുള്ള കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. വാഹനം വേഗത്തിൽ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു. ഇതുപോലെ ഓസ് ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. എങ്കിലും അകത്ത് ഈ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ ഉരുകുന്നതിൻ്റെതായിട്ടുള്ള സ്പാർക്ക് അകത്ത് ഇപ്പോഴും ചെറുതായ തോതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി അണച്ച് ഈ പ്രദേശം പൂർണ്ണമായും അത്തരം പ്രശ്നബാധിത പ്രദേശം ഒഴിവാക്കാനുള്ള നീക്കമാണിപ്പോൾ ആ ഒരു ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അകത്തേക്ക് അടക്കമെത്തി, അതായത് കൂടുതൽ ഉള്ളിലേക്കടക്കം ഓസ് എത്തിച്ചുകൊണ്ട് വെള്ളം ചീറ്റിച്ച് ആ നിലയിൽ പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കടയുടമയും പറയുന്നത്. എന്താണെന്ന് അറിയില്ല. ഞാൻ ഫോൺ കോൾ വന്നാണ് ഒരു 3:15 ഞാനിവിടെ വന്നപ്പോഴും കംപ്ലീറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് പുതിയതുകൊണ്ട് ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് അല്ലാണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ കത്ത് പിടിച്ചതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇത് 9 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് അല്ല. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും പോകുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആവില്ല. ഇതാരോ കയറിയിട്ട് മേശ തപ്പാൻ വേണ്ടി കയറിയിട്ട് ലൈറ്ററോ വല്ല വരച്ചായിരിക്കുള്ളൂ. ഇത് മോഷണ ശ്രമത്തിനിടയിൽ സംഭവിച്ചതെന്നാണ് താങ്കൾ പറയുന്നത്? ആയിരിക്കുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല. ബോധപൂർവം ചെയ്താൽ ഇവർ ഇതിനു മുമ്പും ചെറിയ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ബാക്കിൽ കൂടെ കയറാനുള്ള വഴിയുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് വന്നതായിരിക്കും.
ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ്. അത് നോക്കണം, എന്താണെന്ന് അറിയില്ല. അല്ലെ 10:30 മണിക്കാണ് ഇവിടുന്ന് കട അടച്ച് പോകുന്നത്. എത്രത്തോളം സാധനങ്ങൾ ഇതിലും ഉണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. നിതിൻ തോമസ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ? നിലവിൽ ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണോ? മോത്തി, ഫയർഫോഴ്സിന്റെ പ്രവർത്തനം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഫയർഫോഴ്സ് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജു സൂചിപ്പിച്ചതുപോലെ ഈ ഫയർഫോഴ്സിന് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ തീ പിടിച്ച കടയുടെ മുൻവശത്ത് തന്നെ കൃത്യമായിട്ട് ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ സാധിച്ചു. അതുകൂടാണ്ട് രാവിലെ പുലർച്ചെ 3 മണിക്ക് തന്നെ ഈ ഫയർഫോഴ്സ് കൃത്യമായ ഒരു ഇടപെടൽ 6ഓളം സ്റ്റേഷനുകളിൽ നിന്ന് 9ഓളം വാഹനങ്ങൾ എത്തി കൃത്യമായ രീതിയിൽ ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കടയ്ക്കുള്ളിൽ 2 സിലിണ്ടർ ഉണ്ടായിരുന്നു. ആ സിലിണ്ടർ കൃത്യമായി തന്നെ തണുപ്പിച്ച് അത് പുറത്തേക്ക് ഇടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടാൽ ഈ കടയുടെ പിറകുവശമാണ്, അതായത് ഈ തീ പിടിച്ച യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിന്റെ പിറകുവശത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വളരെയധികം സാധനങ്ങൾ തിങ്ങി നിറഞ്ഞ നിലയിലാണ് ഈ കടയ്ക്കുള്ളിലുള്ളത്. ഈ യൂസ്ഡ് ഫർണിച്ചറാണ്. അത് പ്രധാനമായിട്ടും ഈ ഓഫീസുകളിലും മറ്റും ഉപയോഗിക്കുന്ന റോളിംഗ് ചെയറുകളാണ്. ആ കസേരകളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇതിനുള്ളിലാണ് തീ പിടിച്ചത്. ഈ പുറകിൽ നിന്ന് തീ പിടിച്ച് മുന്നിലേക്ക് വരികയായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അത്തരത്തിൽ വലിയ തോതിൽ തീ പിടിക്കുകയായിരുന്നു. ഇനി ഉപയോഗിച്ച ശേഷം കൊണ്ടുവന്ന് ശേഖരിച്ചിട്ടുള്ളതായ നിരവധി പ്ലാസ്റ്റിക് ഭാഗങ്ങളുള്ള കസേരകളും മറ്റും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും ആദ്യം അവിടെ എത്തിയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിതിൻ ആദ്യം വരുമ്പോൾ കണ്ട കാഴ്ച എങ്ങനെയായിരുന്നു? മോത്തി, ഞാൻ ആദ്യം വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ കട കത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അതായത് കടയുടെ മുകളിലൂടെ തീ കത്തിപ്പടർന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. അതിൽ നിന്നും ഒരു അരമണിക്കൂർ എടുത്ത് കാണും പൂർണ്ണമായിട്ടും തീ കെടുത്താൻ. ആദ്യം ഇവിടെ എത്തിച്ചേർന്നത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറമാൻമാരായ ആന്റണി ഗ്രിഗറിയും അതുപോലെ തന്നെ പുതുവാശ്ശേരിയുമാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ എത്തിച്ചേർന്ന് അവരാണ് ആദ്യം ഈ ദൃശ്യങ്ങൾ, അതായത് ഈ കട കത്തി നിൽക്കുന്നത് കാണുന്നത്. 3 മണിക്കാണ് സംഭവം നടക്കുന്നത്. 4 മണിയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ 2 ക്യാമറമാൻമാരും ഇവിടെ എത്തിച്ചേർന്ന് അവരാണ് ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവച്ചത്. അത് കൂടാണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടയിൽ തിങ്ങി നിറഞ്ഞ സാധനങ്ങളാണ്. പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളുണ്ട്, കസേരയുടെ ബാക്കി ഭാഗങ്ങളുണ്ട്, അതിൻ്റെ പഞ്ഞി പോലത്തെ സാധനങ്ങളുണ്ട്. അതെല്ലാമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തീയിലേക്ക് അത് മാറിയത്. ഇനി നമുക്ക് ഈ സമീപ പ്രദേശത്ത് രാഗിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഹോട്ടൽ ഉടമ പങ്കുവച്ചതുപോലെ തന്നെ ആ സൈഡ് പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം ആ ഹോട്ടലിനും സംഭവിച്ചിട്ടുണ്ട്. തീ പിടിച്ച കട പൂർണ്ണമായിട്ടും കത്തി, അതിനുള്ളിലെ സാധനങ്ങളും പൂർണ്ണമായിട്ടും കത്തി. അത് കൂടാണ്ട് അവരുടെ ഈ ഹോട്ടലിൻ്റെ സൈഡ് ഭാഗമാണ്, വശമാണ്. അപ്പം ആ സൈഡിലുണ്ടായിരുന്ന ആ ഭിത്തി നശിച്ചിട്ടുണ്ട്. AC-കൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിലാണ് ഈ വൻ തീപിടുത്തം ഉണ്ടായത്. ഫർണിച്ചർ കടയിലാണ് തീപിടുത്തം. ഉപയോഗിച്ച ഫർണിച്ചറുകൾ കച്ചവടം ചെയ്യുന്ന ഇടമായിരുന്നു. അതിന് ഒരുപാട് ശേഖരവും അവിടെ ഉണ്ടായിരുന്നു. അതാണ് തീപിടിച്ചത്. ഒരു